കുളത്ത് പറമ്പിലാണ് വീട്. എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. സോ ഞങ്ങളൊരു കാട്ടുമുക്കിലൊക്കെയാണ്, ഏകദേശം ഒരു കാട്ടുമുക്കിലാണ് വസിക്കുന്നത്. കണ്ടില്ലേ, റോഡ് കണ്ടില്ലേ ബാക്കിൽ. ഇത് ഞങ്ങളെ നാട് ഫുൾ കാടാണ്. ഇത് കോസ്റ്റൽ പ്ലേസുകളാണ്. ഹോസ്റ്റലിൽ വരുന്ന പ്ലേസ് ആണ്. കണ്ടോ, മുമ്പിൽ നോക്കൂ, ബാക്കിൽ നോക്കൂ. ഇതൊക്കെ ഹോസ്റ്റൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ കോമ്പൗണ്ടുകളാണ്. ഞാൻ എന്തിനാ സ്റ്റൈലാക്കി സംസാരിക്കണമെന്നൊക്കെ അറിയില്ല. എങ്ങനെ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിപ്പോവും. അല്ലെങ്കിൽ ഭയങ്കര നോർമലായിട്ട് സംസാരിക്കണതാ. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഐ നോ വൈ. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളവരുടെ കൂടെയാണ് ഞാൻ ഇങ്ങനെ സ്റ്റൈൽ ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ ഒന്നും മിണ്ടൂല. This is my comfortable zone. She is my comfortable zone, but she is not my comfortable zone. അതൊക്കെ എടുത്തരാം. നിങ്ങളൊക്കെ ഇവിടെ സൺലൈറ്റ് അവിടെ. യെസ് യെസ് യെസ്. നൈസ്. ഹായ് ഹായ്. ഞങ്ങൾ രാമനാട്ടുകര പോകുന്നു. ഗോയിങ് ടു രാമനാട്ടുകര. എന്തിനാ പോണത്? കാര്യമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ പോകുന്നു. ഞങ്ങൾ രാമനാട്ടുകര പോവാണ്. യെസ്, വെറുതെ ചുമ്മാ പോവുക. ചുമ്മാ അല്ല, കേക്ക് കഴിക്കാൻ പോവാ. കേക്ക് കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് എനിക്ക്. ഞാൻ വെറുതെ ഇവൾക്ക് കമ്പനിക്ക് വേണ്ടി പോവാ. ഞാൻ ഇവളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഇവൾക്ക് വരാനൊരു താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എനിക്ക് കേക്ക് വാങ്ങി തരേണ്ടത് ഇവളാ. അപ്പൊ ഞാൻ ഇവളെ മാനിപ്പുലേറ്റ് ചെയ്തു. എനിക്ക് ഒറ്റയ്ക്ക് പോയി കഴിക്കാനും ഇഷ്ടമല്ല, അത് വേറെ കാരണം. പക്ഷെ എനിക്ക് ഇഷ്ടാട്ടോ, എനിക്ക് എന്റെ കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്റെ കമ്പനി ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് സന്തോഷമുള്ള സമയത്ത് കേക്ക് കഴിക്കുമ്പോൾ കാര്യം കൂടെ വേണം. അത് ശരിയാ, അതാണ്. അല്ലാതെ ഒറ്റയ്ക്ക് കഴിക്കാൻ കുഴപ്പമില്ല, ഞാൻ ആർക്കും കൊടുക്കൊന്നുമില്ല. പക്ഷേ കഴിക്കും കൂടെ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ എന്തോ ഒരു പോലെയാ. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കേക്ക് കഴിക്കാൻ ആരെങ്കിലും വേണമെന്ന്. അങ്ങനെയല്ല, നമുക്ക് സന്തോഷം പങ്കിടാൻ, സന്തോഷം ഷെയർ ചെയ്യേണ്ട കാര്യമല്ലേ. അപ്പോൾ ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ കൂടെ വേണം. ഇതിപ്പം അതാണ് ഞാൻ ചേച്ചിനെ കൂടെ വിളിച്ചത്, ഇവളെ കൂടെ വിളിച്ചത് അതുകൊണ്ടാണ്. ഷീസ് മൈ ചേച്ചി. എൻ്റെ ഫസ്റ്റ് വ്ളോഗായിട്ട് വരും. ഫസ്റ്റ് വ്ളോഗാണോ എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. ഫസ്റ്റ് ഓർ സെക്കൻഡ് ഏതോ ഒരു വ്ളോഗാണ്. ഇത് ഞങ്ങളുടെ നാടാണ്. നാട്ടിലൂടെ എന്തോ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഞാനൊരു പ്രശസ്തമായ വ്യക്തിയാണെന്ന് വിചാരിച്ചോട്ടെ. കാരണം റോട്ടിൽ കൂടെ പോണ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. അയ്യോ ഏതോ വ്ളോഗറാണല്ലോ, പ്രശസ്തമായൊരു വ്ളോഗറാണല്ലോ എന്ന് വെച്ച് ഞാൻ നോക്കണ്ടേ. ഞാൻ മുഖം പൊറ്റി വെക്കട്ടെ. അല്ല, പേളിമാണി എന്ന് വെച്ചിട്ട് വ്ളോഗ്സ് ഒക്കെ എടുക്കുന്നുണ്ട്, അതാന്ന് പറയാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ വൈ. ടൈം എത്രയായി? സോ ഞങ്ങൾ ഓട്ടോയിൽ കയറി, പെട്ടെന്ന് ഒരു ഓട്ടോ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി പോവാണ്. എനിക്ക് അതിൽ ഓട്ടോയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയാ, ഇവിടെ വന്നു ചായ കുടിക്കാൻ. കേക്ക് കഴിക്കാൻ തോന്നണില്ല അല്ലേ? ഞങ്ങൾ കേക്ക് കഴിക്കില്ല, ചായ കുടിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് പോണ ഒരു കടയിലേക്ക് കാണിച്ചു തരാം.
ഞങ്ങൾ വീട്ടിലെത്തി. വരുന്ന വഴിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല ക്രൗഡായിരുന്നു ബസ്സിലൊക്കെ. സോ ഞങ്ങൾ നല്ല ടൈമിലാണ്. അമ്മ ചുരിദാറിട്ട് വന്നു. പുതിയ തയ്ച്ചുകൊണ്ടാണ് ചുരിദാറാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ? നോക്കമ്മേ, അടുത്തേക്ക് വരി. ആരോടാ പറഞ്ഞു? നിങ്ങളിങ്ങനെ അവിടെ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. കറക്റ്റ് സമയത്ത് നമ്മൾ ആരാണ്? ആരോടാ? ആരോടും ഇല്ല, ചുമ്മാ വ്ലോഗ് എടുക്കുക. എൻ്റെ അമ്മയ്ക്ക് ഒരു 10 വയസ്സ് കുറഞ്ഞു. വേഗം പോയി മാറ്റിക്കോളി. ഞങ്ങള് അങ്ങനെ വീട്ടിലെത്തി. ഇനി ഒരു ഉത്സവം ഉണ്ട് അമ്മേൻ്റെ നാട്ടിൽ, അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഞാൻ ഈ ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത്. അമ്മ ഓളും ആ ഡ്രസ്സ് തന്നെയായിരിക്കും ഇടുക. അമ്മ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്. അച്ഛൻ വരുന്നില്ല തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഓക്കെ, ബൈ. അൺഎക്സ്പെക്റ്റഡ്ലി ഞാനൊരു പാട്ട് പാടി, പക്ഷേ അതിവിടെ കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ആയതുകൊണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഇത് പുതിയ ചാനലാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.